ഹലോ പറ. നമ്മളിന്ന് എവിടെ പോവാ? കൊട്ടിയം. സോ കുറച്ചൊരു വ്ലോഗ് എടുക്കാന്ന് വെച്ചു. അടിച്ചു വരാം. ഞാന് പല്ല് തേക്കാൻ പോണം. അവൾക്ക് വീഡിയോ എടുക്കണ ഇഷ്ടമല്ല എന്നാണ് ഗൈസ് പറയുന്നത്. ഇത് അവളുടെ ഹലോ പറ ഗൈസ്, എന്താ പറയാ, പല്ല് തേക്കാൻ പോവാണ് ഗൈസ്. ഫോണ് തറയെ വീഴുമെന്ന് എൻ്റെ ഒരു മനസ്സ് പറയും. ഫോൺ തറയെ വീണ എന്തോ ചെയ്യും. അങ്ങനെ വിഷ്ണുപ്രിയ ദോ വരും. അപ്പൊ അവിടെ ഉണ്ടല്ലോ. ഇവിടെ എന്തോ കാണിക്കുന്നുണ്ട്. എന്താ കാര്യം? ഞാൻ ഫുഡ് കഴിക്കാൻ പോവാം. ഓക്കെ, ഫുഡ് കഴിച്ചിട്ട് വരാം. നമുക്ക് ഫുഡ് കഴിക്കുന്ന ബ്ലോഗിലും. ഹലോ പറ. ഹലോ പറ. ഹലോ ഹായ്. ഹലോ ഗായ്സ്, എന്താ കുളിക്കാൻ പോവാണ്. എന്താ ഞാനും കുളിച്ചു. മെയിൽ ഇവിടെ എന്തോ ഫുഡെന്ന് പറ. ഇഡ്ഡലി, ദോശ, ചമ്മന്തി. ഇവിടുന്ന് വേട്ടമൊക്കെ അടിക്കുന്നു. നമ്മൾ ഫുഡ് കഴിക്കാൻ. എന്താണെന്ന് കഴിക്കാൻ എന്ന് ചോദിച്ചാൽ അയ്യോ നേരെ വെച്ചിട്ടാണ്. അപ്പം അല്ല, ദോശ. ദോശ വേണമെങ്കിൽ ഞാൻ എക്സ്ട്രാ കഴിച്ചു. ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. എൻ്റെ അടുത്ത് മിണ്ടുന്നില്ല. കാരണം ചോദിച്ചപ്പോൾ പറയുന്നു നല്ല ഫോൺ മേടിക്കട്ടെന്നത്. ഞാൻ റീൽസ് ചെയ്യാൻ കൊടുത്തു ഗായ്സ്. എന്നിട്ടും ഈ കൊച്ച് അപ്പം ഈ സ്നാപ്പിൽ വരുന്ന മെസ്സേജ് കാണുമ്പോൾ ഇവർക്ക് വട്ടണം. നിങ്ങൾക്ക് എല്ലാവരും പറയാമെന്ന് വെച്ചാൽ ഞാനിവളും ഭയങ്കര രസമാണ്. അങ്ങനെ ഫൈനലി രാവിലത്തെ എല്ലാ പരിപാടിയെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഡ്രസ്സ് എടുക്കാൻ പോവാണ് ഉത്സവത്തിന്. പിന്നെ ഗൈസ്, ഉത്സവത്തിന് ഞാൻ വ്ലോഗ് എടുക്കുന്നുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ച് തരാം, മീൻസ് വീഡിയോ എടുത്ത് തരാം. ഇതൊക്കെ എൻ്റെ ഒരു മെമ്മറിയാണ് കേട്ടോ യൂട്യൂബിലിടുന്നത്. അങ്ങനെ എന്നെയാണ് അമ്മ ആദ്യം കൊണ്ടാക്കാമെന്ന് പറഞ്ഞാൽ, പിന്നെ ബാക്കിയുള്ളവരെ കൊണ്ടാക്കാമെന്ന് വെച്ചാൽ ത്രിബിൾസ് അടിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് അമ്മ ആദ്യം എന്നെ കൊണ്ടാക്കാമെന്ന് പറഞ്ഞു. എന്നെ കൊണ്ടാക്കി റോട്ടിൽ കൊണ്ട് നിർത്തി. പിന്നെ അവിടെയുള്ള കാഴ്ചകളാണ് ഗൈസ് ഞാൻ കാണിക്കുന്നത്. പിന്നെ എന്താ ഇതിൻ്റെയൊക്കെ ഇടയിൽ കുറേ വീഡിയോസ് മിസ്സിങ് ആണ്. കാരണം പല വീഡിയോസ് എടുക്കാൻ എനിക്ക് ടൈമും കിട്ടിയില്ല, അതിനുള്ള സാഹചര്യം ഒത്തു കിട്ടിയില്ല. പിന്നെ അമ്മ 3 പേരെയും ഒരുമിച്ച് കൊണ്ടാക്കി ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്നത്. അങ്ങനെ ബസ് സ്റ്റോപ്പിൽ നിന്ന് കുറേ സമയം കഴിഞ്ഞിട്ടാണ് നമ്മളെ പ്രിയദർശിനി ബസ് വന്നത് തന്നെ. കാരണം ഇവിടെ പ്രിയദർശിനി ഉണ്ട്, പക്ഷേ നമ്മളുടെ ഒരു ടൈമിൻ്റെ ഒരു ഇത് വെച്ചായിരിക്കും വരാത്തത്. എന്നാലും നമ്മൾ കുറേ നേരം അവിടെ നിന്നു. പിന്നെ കുറേ കഴിഞ്ഞപ്പോഴാണ് അമ്മയും അച്ഛനും വണ്ടിയിൽ വന്ന് പിന്നെ ഞങ്ങൾ ബസ്സിലെത്തി. ഞങ്ങളാണ് ഫസ്റ്റ് എത്തിയത്. അങ്ങനെ ഡ്രസ്സൊക്കെ നോക്കും. ഒരുവിധം ഞങ്ങൾ നോക്കി. ഫസ്റ്റ് തന്നെ നല്ല ഡ്രസ്സുകളുണ്ടോ, ഞങ്ങൾ നോക്കിയിട്ട് ഫസ്റ്റ് നല്ല ഡ്രസ്സുകളുണ്ടായിരുന്നു. പിന്നെ ഇത് സാരിയൊക്കെ നോക്കി. പിന്നെ നോക്കി വന്നപ്പോൾ നല്ല ഡ്രസ്സുകൾ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങളിപ്പം സെലക്ട് ചെയ്ത ഡ്രസ്സ് ഒന്ന് ട്രയൽ ചെയ്യാൻ നോക്കുന്ന ഒരു ടൈമാണ് ഗൈസ്. അപ്പോൾ ഞാൻ ട്രയൽ ചെയ്തില്ല. അപ്പം വിഷ്ണുപ്രിയാണ് ട്രയൽ ചെയ്തത്. അപ്പോൾ ട്രയൽ ചെയ്ത ഡ്രസ്സാണെങ്കിൽ ഞങ്ങൾ എടുത്തതും ഇല്ല. കാരണം നല്ല ഭംഗിയുണ്ടായിരുന്നു. അവൾക്ക് നല്ല ചേരുന്നുണ്ടായിരുന്നു ആ ഡ്രസ്സ്. എന്ന് വെച്ചാൽ ഞാനും അവൾക്കും എനിക്കും ഒരേപോലത്തതും, എൻ്റെ സിസ്റ്ററിനും വേറൊരു സിസ്റ്ററിനും ഒരേപോലത്തെ, നമ്മൾ അങ്ങനെയാണ് ഇടാൻ വേണ്ടിയാണ് ഇരുന്നത്. പക്ഷേ ഈ ഡ്രസ്സ് ബാക്കിയുള്ളവരുടെ കയ്യിലുള്ളത് കൊണ്ട് മാത്രമാണ്. പക്ഷേ എനിക്ക് ഈ ഡ്രസ്സ് നല്ല ഗ്രീൻ കളർ നല്ല രസമുണ്ടായിരുന്നു. എൻ്റെ കയ്യിൽ ഇല്ലാത്തതായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. അതേപോലെ തന്നെ
എൻ്റെ അനിയത്തിക്കും ഇതേപോലെ തന്നെയായിരുന്നു. എന്താ ഇതേ കളറിൻ്റെ റെഡ് കളറായിരുന്നു നോക്കിയത്. അവൾക്ക് നല്ല ചേരുന്നുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ രണ്ടുപേരും ഇതല്ല ഇതെടുത്തത് ഏതാണെന്ന് വെച്ചാൽ അത് ഞാൻ ട്രയൽ ചെയ്ത് നോക്കിയായിരുന്നു. ആ ട്രയൽ ചെയ്തപ്പോൾ ആരും വീഡിയോ എടുത്തില്ല, എനിക്കായിട്ട് വീഡിയോ ഒന്നും എടുത്തിട്ടില്ലായിരുന്നു. പക്ഷേ ഇത് നല്ല ഡ്രസ്സ് നല്ല ചേരുന്നുണ്ടായിരുന്നു. പാവ ആൻറ്റിമാർ നമുക്ക് വേണ്ടി കുറേ കഷ്ടപ്പെട്ട് നമ്മൾ എടുക്കുന്ന ഡ്രസ്സ് നോക്കി നിൽക്കുമായിരുന്നു. പിന്നെ അച്ഛനും കുറേ മുഷിഞ്ഞിരുന്നു. പിന്നെ ലാസ്റ്റ് ഫൈനലി ഞങ്ങളൊരു ഡ്രസ്സ് എടുത്ത് അത് ഞങ്ങൾ അടുത്ത വീഡിയോ ഇടുമ്പോൾ കാണിച്ചു തരാം. ഉത്സവത്തിൻ്റെ വീഡിയോ ഇടുമ്പോൾ ഞാൻ കാണിച്ചു തരാം. പിന്നെ ഗൈസ് വീട്ടിലെത്തിയപ്പോൾ തന്നെ 5-6 മണിയായെന്ന് തോന്നുന്നു ഞങ്ങൾ വീട്ടിലെത്തിയപ്പോൾ. ഗൈസ് ഇത്രയേ ഉള്ളൂ വീഡിയോ. പിന്നെ ഇത്രയേ ഉള്ളൂ എന്നല്ല, ഈ ഫുഡൊക്കെ കഴിക്കാനുള്ള ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ഫുഡ് മേടിക്കാൻ പോയിരിക്കുവാണ്. അപ്പോൾ മാമൻ്റെ അടുത്ത് ഹായ് പറയാൻ പറഞ്ഞപ്പോൾ മാമ ഹായ് പറഞ്ഞു. പിന്നെ ഫുഡ് കഴിക്കേണ്ട ഗൗരവമാണ് എല്ലാവരും മുഖത്തും കാണുന്നത്. സോ വളരെ സീരിയസ് ആയിട്ട് ഫുഡ് കഴിക്കണം. ഞാൻ ഇതെല്ലാം കഴിച്ചിട്ട് വീണ്ടും ചോറ് കഴിച്ചു വിശന്നോണ്ടേ. ഞാൻ പിന്നെ അങ്ങനെയാണല്ലോ. പിന്നെ ഗൈസ് ഇത്രയേ ഉള്ളൂ വീഡിയോ. മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, അത്രയേ ഉള്ളൂ. പിന്നെ എന്താ, ഇതൊക്കെ എൻ്റെ ഒരു മെമ്മറീസ് ആയിട്ട് ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുകയാണ്. പിന്നെ എന്താണ്, അപ്പം എന്താ ഇത്രയൊക്കെ തന്നെ. ഈ വോയിസ് ഓവർ ചെയ്യുന്ന മെയിൻ കാരണം എന്ന് വെച്ചാൽ ഭയങ്കര ശബ്ദം, പിന്നെ ഇത് പറച്ചിൽ ഒക്കെ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ വോയിസ് ഓവർ ചെയ്യണം. അല്ലെങ്കിൽ വോയിസ് ഓവർ ചെയ്യേണ്ട ആവശ്യമില്ല. ഫസ്റ്റത്തെ വീഡിയോയിലൊന്നും വോയിസ് ഓവർ ഞാൻ ചെയ്തിട്ടില്ല. അപ്പോൾ ശരി ഗൈസ്, ബൈ. അടുത്ത വീഡിയോ കാണാം. ബൈ.